നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ വളരെ വലിയ ആഘോഷത്തോടെ UDF സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ, രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ചില കോണുകളിൽ നിന്നും ഒരല്പം തരംതാണ കമൻ്റാണെങ്കിലും പറഞ്ഞിരുന്നു. ചില കോണിൽ നിന്നും വിമർശനമുണ്ടായിരുന്നു. ഈ ഫാ മാറി വേറൊരു അക്ഷരം മാറരുതെന്ന്. തൂഫാൻ്റെ ഫാ മാറി വേറൊരു അക്ഷരം അവിടെ വരരുത്, ഇങ്ങനെ കമ്മിന്ന് നടക്കുന്ന അക്ഷരം വരരുതെന്ന് പറഞ്ഞു. നികൃഷ്ടമായ. അതെ 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 അതെ. പക്ഷെ അത് അന്നത് അങ്ങനെ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ കഴിവിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമായിട്ട് മനസ്സിൽ തോന്നിയെങ്കിലും ഇപ്പോൾ ഈ വേലി തന്നെ വിളവ് തിന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പഴഞ്ചൊല്ലുകളുമായി അത് ഒത്തുപോവുകയാണെന്ന് തോന്നുന്നു, അല്ലേ? രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് എത്രമാത്രം സംശുദ്ധമാണ്? ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ്, ചെന്നിത്തലയുടെ ഓഫീസ് ആയിക്കോട്ടെ, പക്ഷേ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മന്ത്രിയുടെ ഓഫീസ് എത്രത്തോളം സംശുദ്ധമായിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിൽ ഒരു ആരോപണ വിധേയർ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മുടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയനെ സ്റ്റാഫിലേക്ക് എടുത്തപ്പോൾ എന്തുമാത്രം പുകലായിരുന്നു ബന്ധു നിയമനം, അല്ലേ? അതിൽ ഞാൻ കരുതിയിട്ട് അങ്ങനെ ഒരു കഴിവുള്ളൊരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ വലിയ കഴിവുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്, സംഘാടകനാണ്. അങ്ങനെ കഴിവുള്ളൊരു സണ്ണി ജോസഫിന്റെ അളിയനായി പോയത് കൊണ്ട് അയാൾക്ക് സ്ഥാനങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു കോടതിയിലും നിലനിൽക്കില്ല. സത്യപ്രതിജ്ഞ ലംഘനമാണെന്ന് തോന്നുന്നില്ല. കാരണം ബന്ധു നിയമനമല്ല, ബന്ധുവാണോ കഴിവുള്ള ആളാണോ? ഇവിടെ കുറെ മാധ്യമങ്ങളും, അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റിയത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് തിട്ടൂരം ഇറക്കുന്ന കുറച്ച് മാധ്യമങ്ങളും മാധ്യമ ജഡ്ജിമാരും പിന്നെ ഈ ഇടതുപക്ഷവും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഗിമ്മിക്കുകളാണ് അതൊക്കെ. അതായത് ഈ പറഞ്ഞ ഘട്ടത്തൊന്നും മന്ത്രിമാരുടെ കുടുംബത്തിൽ ആർക്കും കഴിവില്ല. മന്ത്രിയുടെ മകനോ മകളോ അളിയനോ സഹോദരിയോ സഹോദരനോ ഒക്കെ ആയിപ്പോയത് കൊണ്ട് അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ജോലി എടുക്കണ്ടേ? അത് സിനിമയിലാണല്ലോ മന്ത്രിയുടെ ബന്ധുക്കളെയൊക്കെ എല്ലാം മൊണ്ണളായിട്ട് ചിത്രീകരിക്കുന്നത്. ഇതങ്ങനല്ലല്ലോ. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും അല്ലെങ്കിൽ അവരുടേതായ തലത്തിൽ അവർക്ക് അർഹതപ്പെട്ടത് ഒരാളിന് കിട്ടുന്നതിൽ ആരും ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യം. വിദ്യാഭ്യാസം ഒരല്പം കൂടിപ്പോയി പറയാം നമ്മുടെ മന്ത്രിമാർക്കടക്കം. അല്ല, അവിടെ ഇരുന്നു കൊണ്ട്, ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ ഇരുന്നു കൊണ്ട് അഴിമതി കാണിക്കുന്നുണ്ടോ, അവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും സ്വജനപക്ഷപാതം കാണിക്കുന്നുണ്ടോ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് വിഷയം. അതില്ലാത്തിടത്തോളം കാലം മന്ത്രിയുടെ ബന്ധുവായാലും കൊള്ളാം, മന്ത്രിയുടെ ബന്ധു അല്ലെങ്കിലും കൊള്ളാം, ഒരാളിന് അർഹതപ്പെട്ട ഒരു സ്ഥാനത്ത് ഒരു ജോലി കൊടുക്കുന്നത്, ഒരു സ്ഥാനത്ത് ഒരാളെ അവരോധിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇനി മന്ത്രിമാരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരി ശേഷന്മാർക്കും ഒന്നും PSC പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ മരം മുറിച്ചാണെങ്കിലും എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഇറങ്ങുമല്ലോ. മന്ത്രിയുടെ മകന് PSC വഴി ജോലി കിട്ടി, അല്ലേ? അത് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണേ. മന്ത്രിയുടെ മകനായി പോയി, അല്ലെങ്കിൽ മന്ത്രിയുടെ സഹോദരനായി പോയി, മന്ത്രിയുടെ അളിയനായി പോയി, അതുകൊണ്ട് ഒരു കാര്യം അയാൾ ചെയ്യാൻ പാടില്ല. മന്ത്രിക്ക് മാത്രമേ ബാധകമുള്ളൂ. CPM സംസ്ഥാന സെക്രട്ടറി, BJP സംസ്ഥാന പ്രസിഡന്റ്, ഇവരുടെയൊക്കെ ബന്ധുക്കൾക്ക് ജീവിക്കണ്ടേ? അല്ല, അതൊരു ശരിയായ കാര്യമല്ല അങ്ങനെ പറയുന്നത്. അതെ, വളരെ വളരെ മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വേറെയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ പേഴ്സണൽ സ്റ്റാഫിൽ തൂഫാൻ അടിച്ചോ എന്നാണ്, തൂഫാൻ വേറെ രീതിയിൽ അടിച്ചോ എന്നാണ് ഇപ്പോൾ സംശയം. കാരണം ഇങ്ങനെയൊക്കെ ഈ സണ്ണി ജോസഫിൻ്റെ അളിയനെതിരെയൊക്കെ വലിയ വിവാദം ഉയർത്തി ധാർമ്മികത കാട്ടിയവർ, അദ്ദേഹത്തെ പറഞ്ഞുവിട്ട് പിരിച്ചുവിട്ട് നാണം കെടുത്തി തിരിച്ച് നാട്ടിലേക്ക് വിട്ടവർ, സണ്ണി ജോസഫിൻ്റെ കുടുംബത്തിൽ അശാന്തി സൃഷ്ടിച്ച് അതിൽ ഈ കൊതുകിനെ പോലെ ഊറ്റം കൊള്ളുന്നത് നമുക്കറിയാലോ. സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ, അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ പ്രദീപ് എന്ന അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു. അതും ഈ പറഞ്ഞതുപോലെ വലിയ വിവാദത്തിലാണ് കലാശിച്ചത്. അവസാനം പ്രദീപ് സ്വമേധയാ രാജിവെച്ച് പോവുകയാണ്. അതിന് K മുരളീധരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പ്രതികളുടെ വീക്ക്നെസ് അറിയാവുന്ന ഒരാൾ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു, എന്താ കുഴപ്പമൊന്നും, അല്ലേ? അതെ, അതാണ് പ്രതികളുടെ വീക്ക്നെസ് അറിയാവുന്ന വക്കീലിന് പ്രതികളെ എങ്ങനെ അടിച്ചതെന്ന് അറിയാൻ പറ്റും. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഒരാളുടെ പ്രൊഫഷനാണ്. അയാൾ
അഡ്വക്കേറ്റ് എന്നുള്ള ഒരു കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തൻ്റെ അടുത്ത് വരുന്ന ഒരാളുടെ വക്കാലത്ത് എടുക്കണോ വേണ്ടതെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചോ മറ്റേതെങ്കിലും തരത്തിലോ അതൊരു ഒരു നിയമവിരുദ്ധമായ കാര്യമല്ല. അയാൾ ആ പ്രതിയുടെ അഡ്വക്കേറ്റായി പോയത് കൊണ്ട് അയാൾക്ക് പിന്നെ വേറൊരു പദവിയിലും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ജീവിതകാലം മുഴുവൻ അയാള് ഈ പ്രതിക്ക് വേണ്ടി ഹാജരായി, പ്രതിക്ക് വേണ്ടി ജോലി ചെയ്തു, അത് കഴിഞ്ഞു, അല്ലെങ്കിൽ അത് അവിടെ നിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് തീരുമാനിക്കാം. വക്കാലത്ത് ഒഴിയാം. അദ്ദേഹം പ്രഗത്ഭനാണെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം, സർക്കാരിന് വേണ്ടി കൃത്യമായി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി വാദിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഗവൺമെന്റ് ലീഡർ ആക്കുന്നതിൽ ഒരു ഇതെങ്ങനെയെന്നറിയാമോ, ഇടതുപക്ഷം ഇരിക്കുന്ന കാലത്ത് ഇതൊക്കെ ചെയ്യാം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങളിത് ചെയ്യാൻ പാടില്ല. ഞാനിട്ടാൽ ബർമുഡ, നിങ്ങളിട്ടാൽ വള്ളിനിക്ക. അവർ എത്തിക്സ് ഒക്കെ എടുത്ത് വേവിച്ചാണ് ദിവസം ആഹാരം കഴിക്കുന്നത്. അതെ, അല്ലാതെ അതുകൊണ്ടാണ് ഇപ്പൊ ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. അതിന് നമുക്ക് വേറെ വീഡിയോ നമുക്ക് പറയേണ്ടി വരും, ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അത് വളരെ ഗുരുതരമായ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അവിടെ ഒരു വളരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നു. അത് ഇപ്പം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൈരളി ചാനലും ദേശാഭിമാനി പത്രം വഴിയൊക്കെ ആണെങ്കിലും അതിൽ കഴമ്പുണ്ട് അല്ലേ? അതായത് ഡിവൈഎഫ്ഐക്കാരാണ് ഈ വിഷയം തുടങ്ങുന്നത് ആദ്യം. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ രമേശ് ചെന്നിത്തല വന്ന ഉടനെ, അധികാരമേറ്റ ഉടനെ ആദ്യത്തെ പ്രഖ്യാപനം ഈ മയക്കുമരുന്നിനെതിരായ പ്രവർത്തനങ്ങൾ, ലഹരി വേട്ട, അത് ഈ സർക്കാർ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. കൃത്യമായിട്ട് എല്ലാ ലഹരി വിൽപ്പനക്കാരെയും വിതരണക്കാരെയും പൂട്ടും എന്ന് ചെന്നിത്തല പറഞ്ഞുകൊണ്ടാണ് അതിനൊരു പദ്ധതിക്കൊരു പേരും കൊടുത്തു, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞു. അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡുകൾ നടക്കുന്നു, നിരവധി പേർ പിടിയിലായി, ഒരുപാട് മയക്കുമരുന്നിൻ്റെ ശേഖരം കണ്ടെത്തി. അങ്ങനെ അത് തുടക്കത്തിൽ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, മുമ്പും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേകിച്ചും ഈ മധ്യ തിരുവിതാംകൂർ, നമ്മുടെ തെക്കൻ കേരളത്തിൽ ഈ പലിശ ഒരു വലിയ പ്രശ്നമാണ്. പലിശയ്ക്ക് പണം എടുത്തു പോയോ അവൻ പിന്നെ മൂടിഞ്ഞ് മുണ്ടക്കോലാവും. അതായത് മുതലിൻ്റെ ഇരട്ടി പലിശ കൊടുത്താലും ഇത് തീരില്ല, കടം തീരില്ല. ഇത് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ പലരും പെടുത്തി വലിയ പരാതികളൊക്കെ ഉണ്ടായി. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായ കാലത്ത് ഉടനെ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ അങ്ങോട്ട് കൊടുത്തു, ആരംഭിച്ചു. അതിലൂടെ ഒരുപാട് പലിശക്കാർ, ഈ വട്ടിപ്പലിശക്കാർ, മീറ്റർ പലിശക്കാർ പിടിയിലായി. ഇന്നും മാന്യമായി പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബാങ്ക് പലിശയിൽ നിന്ന് അല്പം കൂടി കൂടും, പക്ഷേ അവർ കൃത്യമായിട്ട് പലിശയ്ക്ക് കൊടുത്തിട്ട് മാസം തോറും അതിൻ്റെ പലിശ വാങ്ങി തുക കടം കൊടുത്തിട്ട് അത് അവർ കച്ചവടക്കാർക്കേ കൊടുക്കുകയുള്ളൂ, അല്ലാതെ ആർക്കും കൊടുക്കില്ല. അങ്ങനെ കൊടുത്ത് അതിൻ്റെ പലിശ മാന്യമായൊരു പലിശ വാങ്ങിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട് അങ്ങനത്തെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പല NBFCകളും അങ്ങനെയല്ലേ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെല്ലാം അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്? അപ്പോൾ അതിനപ്പുറത്തേക്ക് പോയപ്പോഴാണ് ഇത് പ്രശ്നമായത്. അത് രമേശ് ചെന്നിത്തല ഇടപെട്ട് വളരെ ശക്തമായി നടപടിയെടുത്ത് അത് കുറേ എണ്ണത്തിനെ അങ്ങ് പൂട്ടി. ഓപ്പറേഷൻ കുബേര, അത് വിജയകര ബ്ലേഡുകളെ പൂട്ടി എന്നുള്ളതാണ്. അതിനെല്ലാം ഓടിച്ചു കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരണമാറ്റം ഉണ്ടായി. പിണറായി ആഭ്യന്തര വകുപ്പ് കൂടെ ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രി ആയി വരുന്നത്. ഓപ്പറേഷൻ കുബേരയൊക്കെ അവിടെ ഡെഡ്. പിന്നെ അതിനൊന്നും യാതൊരു അതവിടെ തീർന്നു. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം രമേശ് ചെന്നിത്തല അധികാരമേറ്റപ്പോൾ അദ്ദേഹം അന്ന് ബ്ലേഡായിരുന്നു വലിയ പ്രശ്നമെങ്കിൽ ഇന്ന് മയക്കുമരുന്നാണ് വലിയ പ്രശ്നം. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് മയക്കുമരുന്ന് വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കി. പക്ഷേ അങ്ങനെയെല്ലാം തയ്യാറാക്കി, അത് ഞാൻ പറഞ്ഞല്ലോ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാണാം പത്തനംതിട്ട DYFI ജില്ലാ കമ്മിറ്റി ഒരു ആക്ഷേപവും ആരോപണവുമായിട്ട് വരികയാണ്. ഈ പത്തനംതിട്ടയിലെ ഒരു പ്രമുഖനായ യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ട എന്നാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്നാണ് എൻ്റെ അറിവ്. ഈ നഹാസ് പത്തനംതിട്ട
രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ അഡീഷണൽ PA ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അഡീഷണൽ PA. ഈ നഹാസ് പത്തനംതിട്ടയ്ക്കെതിരെയാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതായത് 2023, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു, ഈ നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടന്നു പത്തനംതിട്ടയിലെ. അവിടെ നിന്ന് ഏതാണ്ട് 2-2.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അത് നഹാസിൻ്റെ സഹോദരൻ അയാളുടെ മുറിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. അങ്ങനെ കണ്ടെടുത്ത അത് ഈ സഹോദരൻ അപ്പം തന്നെ മുങ്ങി. ഈ നഹാസിനാണെങ്കിൽ ഉത്തരമൊന്നും പറയാനില്ല. എന്തായാലും അയാൾ വലിയ പ്രതിരോധത്തിലായി. അങ്ങനെ വലിയൊരു എന്താ പറയുക, ബുദ്ധിമുട്ടിലായി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ പിന്നീട് ഈ സഹോദരൻ പോലീസിൽ ഹാജരായി, അറസ്റ്റ് രേഖപ്പെടുത്തി, ജയിലിൽ പോയി, പിന്നീട് ജാമ്യത്തിലൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതെങ്ങനെ ഈ 2.5 കിലോ കഞ്ചാവ് അവിടെ വീട്ടിൽ വന്നു, ഇയാൾക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. ഇപ്പോൾ ഈ 2 വർഷത്തിൽ കൂടുതലായി പിണറായിയുടെ പോലീസാണ് അന്വേഷിച്ചത്. ഇതുവരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ DYFI ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ 2023 ആരായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നും കൂടി നമ്മൾ അറിയണമല്ലോ. കാരണം ഈ കഞ്ചാവിന്റെ കണ്ടെടുത്ത 2.5 കിലോ കഞ്ചാവിന്റെ ചെടി അത് എവിടെ ഉണ്ടായതാണ്, ഒറീസയിലാണോ അതോ മൈസൂരിലാണോ അതോ ആന്ധ്രയിലാണോ അതോ ബംഗാളിലാണോ എന്ന് കണ്ടുപിടിക്കുകയാണ് ഇപ്പോഴത്തെ പോലീസ്. അന്നോട്ട് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടി എവിടെ നിന്ന് എൻ്റെ ഒറിജിൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ വില നിശ്ചയിക്കാനും പ്രതിക്ക് എങ്ങനെയുള്ള കേസ്, എത്തരത്തിൽ വകുപ്പുകൾ പ്രതിക്ക് മേൽ ചുമത്തണമെന്ന് അവരാലോചിക്കുള്ളൂ. അതൊക്കെയാണ് ആ കേസ് ഡിലേ ആവാൻ കാരണം. ക്ഷമിക്കണം, ജൂണിലല്ല, 2023 നവംബർ 22-നാണ്. എന്തായാലും അന്നും 2ാം പിണറായി സർക്കാരിന്റെ ഭരണകാലം. 2 വർഷം പക്ഷേ ഈ ഭരണം മാറിയിട്ട് 1 മാസം തികച്ചായിട്ടില്ല. ഈ 2023 നവംബർ മുതൽ ഏതാണ്ട് 2 വർഷവും 8-9 മാസവും അല്ലേ അവരന്വേഷിച്ചിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ നഹാസിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്, നസീബ് സുലൈമാൻ. ഈ നസീബ് സുലൈമാൻ്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പിന്നീട് ഈ നസീബ് സുലൈമാൻ, അന്ന് മുങ്ങിയ നസീബ് സുലൈമാൻ പിന്നീട് പിടികൊടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. അതിൻ്റെ തുടർ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്നോ, ഇതിന് ഈ കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആർക്ക് കൊടുക്കാൻ ആണ് ഒളിപ്പിച്ചത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും അന്വേഷിച്ചിട്ടില്ല പോലീസ്. അതിലൊന്നും ഒരു നടപടിയുമില്ല. ഇയാൾ ജാമ്യത്തിൽ സമയത്തിന് കുറ്റപത്രം കൊടുക്കാതിരുന്നുകൊണ്ട് പ്രതി ജാമ്യത്തിലിറങ്ങി. അനന്തമായിട്ട് കസ്റ്റഡിയിലിടാൻ, റിമാൻഡിൽ വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജാമ്യത്തിലിറങ്ങി. ആ നസീബ് സുലൈമാൻ്റെ ജ്യേഷ്ഠനാണ് നഹാസ് പത്തനംതിട്ട. ഇപ്പോൾ ഇയാളുടെ ജ്യേഷ്ഠനായിപ്പോയത് കൊണ്ട് അയാളും കുറ്റവാളിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്, ഇത്രയേറെ മയക്കുമരുന്ന് വേട്ടയ്ക്ക്, ലഹരി വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിൽ ഒരു കേസിൽപ്പെട്ട ഒരാളിൻ്റെ ബന്ധു അവിടെ സ്റ്റാഫായിട്ട് വരുന്നത്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നത് ഒരു അത്ര ശരിയായ കാര്യമല്ല. അതിന് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബന്ധുവായതുകൊണ്ട് നിയമിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നവാസിൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചത്. അന്ന് ഈ നവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. കാരണം നവാസ് ഒരു പൊതുപ്രവർത്തകനാണ്. സഹോദരൻ്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തതിന് നവാസിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? നവാസിനെതിരെ തെളിവുകളൊന്നുമില്ല. അപ്പോൾ നവാസ് പത്തനംതിട്ടയെ അതുകൊണ്ട് തന്നെ പോലീസ് കേസിൽ പെടുത്താതെ ഒഴിവാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ നജീബ് സുലൈമാനെതിരെ കേസെടുത്തു, അയാൾ അറസ്റ്റിലായി പിന്നീട്. അപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ ചെന്നിത്തലയുടെ ഓഫീസ് സ്റ്റാഫിൽ ഇദ്ദേഹം വന്നത് അത് നജീബ് സുലൈമാൻ കൊണ്ടുവച്ചതാണെന്ന് എങ്ങനെ? അല്ല, അതൊന്നും പോലീസ് അതിനൊന്നും കൃത്യമായ ഉത്തരം പറയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഈ കേസ് ഇപ്പോഴും വിചാരണയിലിരിക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ അവധിക്ക് വെക്കും. ഈ സാധാരണ ഒരു വീട്ടിൽ നിന്നും ഇതുപോലെ കഞ്ചാവ് ശേഖരം എക്സൈസ് സംഘമാണ് പ്രധാനമായിട്ട് പിടിക്കുന്നത്. എക്സൈസുകാർ അത് വന്ന് പിടിച്ചാൽ ആദ്യം ചെയ്യുന്ന ആ വീട്ടിലുള്ള ആരാണോ അവരെ കസ്റ്റഡിയിലെടുക്കും. അതെ അല്ലേ? ഇപ്പോൾ ആ വീട്ടിൽ ഈ നഹാസ് ആ വീട്ടിലുണ്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം സഹോദരൻ്റെ തലയിൽ കെട്ടിവെച്ചാണെങ്കിലോ, സഹോദരനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതെല്ലാം തെളിയിക്കേണ്ടത് ആരാണ്? പോലീസാണ്. പോലീസ് ഈ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2023 നവംബർ, 24 നവംബർ, 25 നവംബർ, ഇത് 26 മെയ്, ജൂൺ ആകുന്നു അല്ലേ?
ഇത്രയും കാലത്തിനിടയ്ക്ക് 2 വർഷവും ഞാൻ പറഞ്ഞ 2.5 വർഷത്തിൽ കൂടുതൽ അന്വേഷിച്ചിട്ടും പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടിയില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ, ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ ആരാണ്, ഇയാൾക്ക് കഞ്ചാവ് എവിടുന്ന് കിട്ടി, ഇത് ഈ വീട്ടിൽ എങ്ങനെ വന്നു, ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് പോലീസാണ്. നഹാസിന്റെ സഹോദരൻ കേസ് ഏറ്റെടുത്തതാണോ, പ്രതിയായി സ്വയം ആ കുറ്റം ഏറ്റെടുത്തതാണോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പോലീസ് അതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ല. പോലീസ് പറയുന്നത് നഹാസ് ഇതിൽ നിരപരാധിയാണ് എങ്കിൽ, നഹാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അറസ്റ്റ് ചെയ്ത് നഹാസിനെതിരെ കേസുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നഹാസ് പ്രതിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഇതാണ് പശ്ചാത്തലം. ആ പശ്ചാത്തലമുള്ള ഒരാളിനെ ഈ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചത് ആണ് ഇവിടെ DYFI ചൂണ്ടിക്കാണിക്കുന്നത്. DYFIക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ എത്രത്തോളം ധാർമ്മികതയുണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. എങ്കിലും ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഈ രഹസ്യം ചോർത്തി പുറത്തു വിട്ടതാണ്. ഇത് അധികം ആർക്കും അറിഞ്ഞുകൂടാതിരുന്നതാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ രഹസ്യം ചോർന്ന് ഈ നഹാസ് പത്തനംതിട്ടയുടെ സഹോദരൻ ഇന്ന കേസിൽ പ്രതിയാണ്, ഇയാളുടെ വീട്ടിൽ, ഇയാളും കൂടെ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ഈ ലഹരി വസ്തു കണ്ടെടുത്തത് തുടങ്ങിയ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് DYFIക്കാരുടെ അടുക്കലെത്തുകയും അവരത് ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും കൈരളിയും ദേശാഭിമാനി അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ ഈ നഹാസ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നതിനെതിരെ ആർക്കൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് അത് എടുത്തുപയോഗിച്ചു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ചർച്ചയായത്. ഇരിക്കട്ടെ, എങ്കിലും നമ്മൾ ഉയർത്തിയ ചോദ്യത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ഇത് ധാർമ്മികമായി ശരിയാണോ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കേസിലും പെടാത്ത ഒരാളിനെ ചെന്നിത്തല വെച്ചു, ഈ പറഞ്ഞതുപോലെ വെച്ചു. ബന്ധുവായിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു കേസിൽ, അതും ഗുരുതരമായ കേസിൽ, ഈ സർക്കാർ വലിയ പ്രാധാന്യത്തോടു കൂടി മയക്കുമരുന്ന് വേട്ട, ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേപോലൊരു സംഭവത്തിൽ പ്രതിയായ ഒരാളിൻ്റെ ജ്യേഷ്ഠൻ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമാണ് തോന്നുന്നില്ല. അതെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച്, രമേശ് ചെന്നിത്തലയ്ക്ക് ഈ നഹാസുമായിട്ട് നല്ല ബന്ധമാണ്, നല്ല അടുപ്പമാണ്. മാത്രമല്ല പാർട്ടിയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടാവും, പാർട്ടിക്കാർ കൊടുക്കുന്ന നിർദ്ദേശം, KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഒരാളിനെ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് നിയോഗിക്കുന്നത്, അല്ലാതെ നിയോഗിക്കില്ലല്ലോ. അപ്പോൾ പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ കാര്യത്തിൽ കുറെ കൂടി അവധാനത, ജാഗ്രത കാണിക്കണമായിരുന്നു. കൃത്യമായിട്ടും മന്ത്രിമാരുടെ സ്റ്റാഫുകൾ, നമ്മളിതുപോലത്തെ വാർത്ത ചെയ്തിട്ടുണ്ട്, മന്ത്രിമാരുടെ സ്റ്റാഫുകളാകാൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ നുഴഞ്ഞു കയറുന്നു, വലിയ രീതിയിൽ അവർ സമ്മർദ്ദം ചെലുത്തുന്നു, പല കീ പോസ്റ്റുകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് അവർ ചെന്നിത്തലയുടെയും പിന്നെ ലിജുവിൻ്റെയും സ്റ്റാഫ്, എക്സൈസ് മന്ത്രി. കാരണം ഇവിടെ രണ്ടിടത്തുമാണ് ഈ മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ വരുന്നത്, ഈ 2 വകുപ്പിലുമാണ്. അപ്പോൾ ഇതൊക്കെ സംശയാസ്പദമാണ്, ദുരൂഹമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചിലരൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഈ സ്റ്റാഫുകളിൽ, മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് അവരെ ഭാവിയിൽ അതൊക്കെ പുറത്തു വരും. ഇവർ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പിടിയിലാകും. ഇവർ നടത്തിയിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇവർ ഇനി നടത്താൻ പോകുന്ന പ്രശ്നങ്ങൾ, കുഴപ്പങ്ങളൊക്കെ ആയിട്ട് ഇവർ പുറത്തു വരും സംഗതി. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല വിശദമായിട്ട്. പക്ഷേ മന്ത്രിമാർ സ്റ്റാഫുകളെ വെക്കുമ്പോൾ വളരെ ആഴത്തിൽ ചിന്തിച്ച്, അതായത് IBയുടെ ക്ലിയറൻസ് കൃത്യമായിട്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ IBയുടെയും ക്ലിയറൻസ് വേണം. അങ്ങനെ അല്ലാത്ത പക്ഷം അത് ഇത്തരത്തിലുള്ള നാണക്കേട് തീർച്ചയായിട്ടും. ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ നാണക്കേടാണ് ഇത് സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പദ്ധതിയായിട്ട് വന്ന് ഓപ്പറേഷൻ തൂഫാൻ നോക്കുമ്പോൾ സ്വന്തം സ്റ്റാഫിലിരിക്കുന്ന ആളിൻ്റെ അനിയൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആഭ്യന്തരമന്ത്രിക്ക് ഒട്ടും തന്നെ ഗുണകരമല്ല, ഭൂഷണമല്ല, വലിയ നാണക്കേടാണ്. അദ്ദേഹം സ്വയം അപമാനിതനാകുകയാണ്, അപഹസിക്കപ്പെടുകയാണ്. അതൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ IBയുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും പോലീസിൻ്റെ ക്ലിയറൻസ് കർശനമായിട്ട് വയ്ക്കണം. അതിനി പാർട്ടിയല്ല, ആര് സമ്മർദ്ദം ചെലുത്തിയാലും ശരി, എൻ്റെ ശബരിമലയിൽ ജോലി ചെയ്യാനായിട്ടൊരു താൽക്കാലിക തൊഴിലാളി ചെന്നാൽ പോലീസ് ക്ലിയറൻസ് അത്യാവശ്യമാണ്, വേണം അല്ലേ? അത് ശബരിമലയിൽ മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഇപ്പോൾ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും
പോലീസിൻ്റെ ക്ലിയറൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്റ്റേഷൻ പരിധി ഏതാണ്, ആ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് നിങ്ങളൊരു ലെറ്റർ വാങ്ങിക്കൊണ്ടുവരണം, ഒരു പോലീസ് ക്ലിയറൻസ്. ഏക മാർഗം ഇയാൾ ക്രിമിനൽ കേസിലെ പ്രതിയാണോ, എന്തെങ്കിലും കേസ് ഇയാൾക്കെതിരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാണോ അല്ലയോ എന്നറിയാൻ. കാരണം ഓരോ സ്ഥാപനത്തിനും ഇത് അന്വേഷിച്ച് ഓരോ സ്റ്റാഫിൻ്റെയും പുറകെ പോകാൻ സാധിക്കില്ല. അവർ ഇൻ്റർവ്യൂ നടത്തുന്നു, ആൾ കഴിവുണ്ട്, ഏബിളാണ്. ഇനി ക്യാരക്ടർ എങ്ങനെയുണ്ട്, ഇയാളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഒരു PCC ആവശ്യപ്പെടുന്നത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത്. അത് കിട്ടിയാൽ ഓക്കെയാണ്, അവർ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കും. ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിക്കെല്ലാം ഇതുണ്ട്. നമ്മൾ കരുതുന്ന പോലെയല്ല, PSC എഴുതി ജയിച്ചു വരുന്നവരെല്ലാം നേരെ അങ്ങ് ഇതിലേക്ക് കയറുകയല്ല ചെയ്യുന്നത്. അവർക്ക് ഇതുപോലെ പോലീസ് ക്ലിയറൻസ് വേണം. അത് രഹസ്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് അന്വേഷിച്ച് കൊടുക്കുന്നത്. പെൻഷൻ വരെ നൽകാൻ ബാധ്യതയുള്ളൊരു തസ്തികയില്. അതെ, അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇവിടെ ഈ സംഭവിച്ചത് ഒരു പിഴവാണ്. ഈ നഹാസിന് ഈ കേസുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ആ നഹാസിൻ്റെ അനിയൻ ഇങ്ങനൊരു കേസിൽ, അതും ചെറിയ ഏതെങ്കിലും ഒരു കേസായിരുന്നെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാമായിരുന്നു. ഇതങ്ങനെയല്ല, വളരെ ഗുരുതരമായിട്ട്, അതും 2.5 കിലോ എന്നൊക്കെ പറയുമ്പോൾ അത് മയക്കുമരുന്ന് ചെറിയ ഒരളവല്ല, അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്, വലിയ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ രമേശ് ചെന്നിത്തലയെ പോലൊരാൾ തൻ്റെ വകുപ്പ് അങ്ങേയറ്റം കളങ്കരഹിതമായിട്ടും സുതാര്യമായിട്ടും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് അത് എത്രയും പെട്ടെന്ന് അദ്ദേഹം അത് ക്ലിയർ ചെയ്യണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ഇത് വലിയ നാണക്കേട്, ഇപ്പോൾ ഉണ്ടായ നാണക്കേട് ഇതിപ്പോൾ വളരെ ചെറിയ രീതിയിലേ ചർച്ചയായിട്ടുള്ളൂ. ഇത് വലിയ ചർച്ചയായി മാറും കേരളത്തിൽ. സണ്ണി ജോസഫിൻ്റെയും പ്രദീപിൻ്റെ നിയമനത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ ചർച്ച പോകും. അത് സംഭവിക്കാതെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ എല്ലാ മന്ത്രിമാരും ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണമെന്ന് മാത്രമേ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പറയാൻ കഴിയുള്ളൂ.